ഓണത്തിന് പൂ പറിക്കാൻ നമ്മൾ നേരെ ഗുണ്ടൽപേട്ടിലേക്ക് തന്നെ കിട്ടും. രാവിലെ ഫോറസ്റ്റിൽ യാത്രയായതുകൊണ്ട് കുരങ്ങന്മാരും മാനും എല്ലാം റോഡ് സൈഡ് തന്നെ ഉണ്ടായിരുന്നു. അതെല്ലാം കണ്ട് നേരെ നമ്മൾ ഗുണ്ടൽപേട്ട് എത്തി. അവിടെ അതാ കാള വണ്ടി, ട്രാക്ടർ, നെൽപ്പാടം, ഒന്നും പറയണ്ട. ഇതാണ് ഗ്രാമീണത എന്ന് പറയാം. കൃഷിയിടങ്ങൾ കാണണം. പക്ഷെ നമ്മുടെ മെയിൻ അട്രാക്ഷൻ ചെണ്ടുമല്ലിപ്പൂവായിരുന്നല്ലോ. ഓറഞ്ച് നിറം മൊത്തത്തിൽ. അവിടുത്തെ കാറ്റിന് വരെ ഓറഞ്ചിൻ്റെ മണമായിരുന്നു. നല്ല തണുത്ത കാശുറ്റ് വീശുന്നുണ്ടായിരുന്നു. മഴയൊന്നുമില്ല കേട്ടോ ആ ഭാഗത്ത്. നല്ല നീണ്ട് നവർന്ന് കിടക്കുന്ന ഓറഞ്ച് പാടം. എങ്ങോട്ട് നോക്കിയാലും ഓറഞ്ച് കളറാണ്. അമ്മ അച്ഛനും പട്ട് സാരിയും കുർത്തയെല്ലാം ഇട്ടിട്ട് ഫോട്ടോഷൂട്ടാക്കാൻ വന്നത്. പക്ഷെ കുഞ്ഞു കയ്യിൽ നിന്ന് താഴേക്കുന്നില്ല. അച്ഛനും അമ്മമ്മയെന്ന് അവരെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മളെ പൂക്കളെ ഭംഗിയെല്ലാം ഇങ്ങനെ ആസ്വദിച്ച് നടന്ന ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു കാഴ്ച തന്നെയാണെന്ന് നമുക്ക് തോന്നിപ്പോകും. അത്ര മനോഹരമാണ്. ഫുൾ ഓറഞ്ച് കളറിൽ നിറഞ്ഞിരിക്കുന്നു. നെൽപ്പാടത്തിന് പകരം ഓറഞ്ച് കളർ. എല്ലാവരും പൂ പറിച്ച് കൂട്ടുന്ന തിരക്കിലാണ്. ഓണവിപണിയായിരിക്കും ലക്ഷ്യം. ഇവിടുന്ന് നേരെ ചാടി കയറിയാൽ നമുക്ക് നീണ്ട് നിവർന്ന് കിടക്കുന്ന ഓറഞ്ച് പാടം കാണാം. അതിൻ്റെ ഭംഗി പറയാതിരിക്കാൻ കഴിയാം. ഇതിൻ്റെ ഭംഗിയുടെ ഇടയിലേക്ക് കയറാൻ നോക്കി ഞാനൊന്ന് കാല് തെറ്റി വീഴുകയും ചെയ്തു. എൻ്റെ കാലിൽ ഇപ്പോൾ പ്ലാസ്റ്റർ ഇട്ട് കിടക്കുന്നു. കുഞ്ഞു വീണമെങ്കിലും ഓന് വലിയ കുഴപ്പമൊന്നുമില്ലാതെ ദൈവം രക്ഷിച്ചു എന്ന് തന്നെ പറയാം. അതുകൊണ്ട് അതിൽ നടക്കുന്നവരൊന്ന് സൂക്ഷിക്കണം. വീഴാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അനുഭവം ഗുരു. കുഞ്ഞു ഒന്ന് വീണെങ്കിലും ഓനതൊന്നൊരു വിഷയമല്ല. ഓനതെല്ലാം ആസ്വദിച്ച് ഇങ്ങനെ നടക്കുന്നു. ദുബായിൽ എന്തോ ഓറഞ്ച് പാടം. പക്ഷെ പൂവൊന്നും പറിക്കുന്നില്ല കേട്ടോ. ഡീസൻ്റാണ്.